പണമുണ്ടാവും. മാസ്റ്റർ, PTA പ്രസിഡന്റ്, അധ്യാപകർ, കൂട്ടുകാരൻ. ഇന്ന് ഓഗസ്റ്റ് 17 80ാമത് സ്വാതന്ത്ര്യ ദിനം. ഇന്ന് നാം ആഘോഷിക്കുന്നത് കേവലം ഒരു അവധി ദിനമല്ല, അനേകം മനുഷ്യരുടെ ത്യാഗവും ധൈര്യവും സ്വപ്നവും ചേർന്നുണ്ടായ ഒരു മഹത്തായ ചരിത്ര വിജയ ദിനമാണ്. ഒരു കാലത്ത് ഇന്ത്യ വൈദേശികാധിപത്യത്തിന്റെ കീഴിലായിരുന്നു. നമ്മുടെ സമ്പത്തും സ്വാതന്ത്ര്യവും അവകാശങ്ങളും നഷ്ടപ്പെട്ടു. സ്വന്തം നാട്ടിൽ പോലും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ. കർഷകരും തൊഴിലാളികളും സാധാരണ ജനങ്ങളും അനേകം കഷ്ടതകൾ അനുഭവിച്ചു. എന്നാൽ ഇന്ത്യക്കാർ തലകുനിച്ചില്ല. അവർ സ്വാതന്ത്ര്യത്തിനായി ശക്തമായ സമരം പോരാട്ടങ്ങൾ നടത്തി. സമരം, നിസ്സഹകരണ സമരം, ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയ പ്രക്ഷോഭങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ശക്തി നൽകി. ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നത് മഹാന്മാരായ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്. മഹാത്മാഗാന്ധിജി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, മൗലാന അബുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു, ചന്ദ്രശേഖർ ആസാദ്, റാണി ലക്ഷ്മിബായി തുടങ്ങി അനേകം ധീരദേശസ്നേഹികൾ സ്വന്തം ജീവിതം രാജ്യത്തിനായി സമർപ്പിച്ചു. അവരുടെ ത്യാഗം കൊണ്ടാണ് ഇന്ന് നാം സ്വതന്ത്രരായി ജീവിക്കുന്നത്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടുകൊല, 1930 പെട്ടിയാത്ര, 1942 ക്വിറ്റ് സമരം എന്നിവ ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങളാണ്. ഒടുവിൽ 1947 ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി. ആ ദിനം ഇന്ത്യൻ ജനതയുടെ അഭിമാന ദിനമായി മാറി. ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് അത് നേടിയത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വില തിരിച്ചറിയണം. ദേശീയവാദിയെ ആദരിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. നാളത്തെ ഇന്ത്യയുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. നല്ല വിദ്യാർത്ഥികളായി വളരുക, സത്യം പറയുക, ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, ഇവയാണ് യഥാർത്ഥ രാജ്യസേവനം. നമ്മളെല്ലാവരും നല്ല പൗരന്മാരാകുമെന്ന് ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തെ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ത്യാഗികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന വികസിതവും ശക്തവുമായ സമാധാനവും സൗഹാർദ്ദവും നിറഞ്ഞ ഒരു ഇന്ത്യയെ നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചെയ്യുന്നു.